ഹായ് ഫ്രണ്ട്സ്, ഫാത്തി സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അത് ഞാൻ ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിനായി 1 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് അതൊന്ന് 10 മിനിറ്റ് സമയം മൂടി വയ്ക്കുക. അതിനുശേഷം അത് തുറന്ന് നോക്കുമ്പോൾ 10 മിനിറ്റിന് ശേഷം അതൊരു ബട്ടർ മിൽക്കായിട്ടുണ്ടാകും. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ഉള്ളിയുടെ പകുതിയാണ്. ഇത് നന്നായിട്ട് തരിതരിപ്പില്ലാത്ത രീതിയിൽ ഒന്ന് അരച്ചിട്ട് എടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ളി ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് നല്ല മുങ്ങുന്ന രീതിയിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 6 മണിക്കൂർ ഈ ചിക്കൻ ഈ ബാറ്ററിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 4 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് എന്നെങ്കിലേ നമുക്ക് നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടും. അപ്പോൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് വെച്ചൊരു 10 മിനിറ്റ് ആയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ഇനി 2 ബാറ്റർ കൂടി തയ്യാറാക്കാനുണ്ട്. ഒന്ന് വെറ്റും ഒന്ന് ഡ്രൈയുമാണ്. ഇതിലേക്ക് ഞാൻ വെറ്റായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും 1 മുട്ടയും 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ ഗാർലിക് പേസ്റ്റും അതിലേക്ക് ആവശ്യമായ ഉപ്പും. നേരത്തെ ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പോൾ ഇത് നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിനായി 2 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. ഒരു രസത്തിന് വേണ്ടി മാത്രം, പുറത്തത്തെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്തിട്ട് 2 സ്പൂണ് കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയെല്ലാം എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ആ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് മൈദ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ പ്രസ് ചെയ്തിട്ട് ആക്കണം. നനവ് ഒട്ടും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഡ്രൈ ആക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പിന്നെ ഫ്ലെയിം സിമ്മിലിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഉള്ളെല്ലാം വെന്ത് കിട്ടണമെങ്കിൽ നല്ല ഫ്ലെയിം സിമ്മിൽ ഇട്ടാലേ പറ്റുള്ളൂ. അതിനുശേഷം നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുക. നല്ല അടിപൊളി ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ റെഡി. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.